ഓരോ ബസ് യാത്രയും ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര മാത്രമല്ല, ചിലപ്പോൾ അത് ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ വഴിയാകും. ഒരു നിമിഷത്തെ കരുതലും അപരിചിതമായ കുറച്ചുപേരുടെ സമയോചിതമായ ഇടപെടലും ചേർന്നപ്പോൾ ജീവിതം തിരിച്ചുകിട്ടിയ കഥയാണ് ഇത്. ഇന്നലെ വൈകിട്ട് തലശ്ശേരിയിൽ നിന്നും മുടപ്പത്തൂരിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന ശ്രീലൈൻസ് സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. 3-ാം മൈലിൽ നിന്നും ബസ്സിൽ കയറിയ 48-കാരിയായ സരസുവിനെ യാത്രക്കിടെ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും ഹൃദയാഘാതത്തെ തുടർന്ന് ബസ്സിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് ബസ്സിനുള്ളിൽ പരിഭ്രാന്തി പടർന്നെങ്കിലും ആ പരിഭ്രാന്തിക്ക് വഴങ്ങാതെ ബസ് ജീവനക്കാരും യാത്രക്കാരും ഒന്നായി നിന്നു. ബസ് നേരെ 5-ാം മൈലിലെ ഡോക്ടർ ചന്ദ്രന്റെ ക്ലിനിക്കിലെത്തി. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതോടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡ്രൈവർ വിനോദ് ബസ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ പുതിയ യാത്രക്കാരെ കയറ്റിയില്ല, ഇറക്കേണ്ടവരെ പോലും വഴിയിൽ ഇറക്കിയില്ല. ആ സമയം ആ ബസിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു, ഒരു ജീവൻ രക്ഷിക്കുക. നമ്മളിത് കണ്ടിപ്പോ നമ്മളെ ബന്ധത്തിലുള്ള ഒരാൾക്ക് ഒരു പറ്റി പോലെ തോന്നിയ, പിന്നെ എങ്ങനെയും വേറെ നോക്കിയില്ല, എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കാന്നുള്ള സമയം ഒന്നും നോക്കിയില്ല. നമ്മൾ പിന്നെ നമ്മളൊരു ചോരപ്പറ്റിയ പോലെ തോന്നി, അങ്ങനെ എപ്പോഴും പോകും. വൈകിട്ട് 6:45 ബസ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെത്തി. അടിയന്തര ചികിത്സയ്ക്കിടെ സ്ത്രീക്ക് ബോധം തെളിഞ്ഞു. തുടർന്ന് അവർ കടലാസിൽ എഴുതി നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ബന്ധുക്കളെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും കണ്ടക്ടർ നിഖിൽ പറഞ്ഞു. ഏകദേശം ഒരു 4:01 എത്തുമ്പോൾ കുഴഞ്ഞു വീണു. പിന്നെ കുറച്ച് എണീച്ച് വന്നിട്ട് നമ്മളോട് വെച്ച് വിശക്കുന്ന ഒന്നും പോണത്, നമ്മളവിടുന്ന് പീടിയെന്ന് ഒരു സാധനം മേടിച്ചു കൊടുത്ത് പിന്നെ നേരെ വണ്ടിയിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഇതിന്. അപ്പോൾ അതിന് ശേഷം പിന്നെ ബോധം കിട്ടുന്നില്ല, പിന്നെ ശ്വാസം കിട്ടാത്തൊരു അവിടെ നിന്ന് ഇങ്ങനെ ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ കളിച്ച് നമ്മൾ പൊന്നിയർ റോഡ് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അവിടെ കയറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പെട്ടെന്ന് നിങ്ങൾ സീരിയസ് ആണ്, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ 3 കൂടിയിട്ട് നേരെ ഇവിടെ കൂത്തുപറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആ സമയം തന്നെ വേഗം എത്തിച്ചിന്. എല്ലാ യാത്രക്കാരും സഹകരിച്ചുകൊണ്ട് നമ്മൾ വേഗം ആശുപത്രിയിൽ എത്തിച്ച് സമയത്ത് എത്തിച്ചേരോ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ തലശ്ശേരിയിലേക്ക് മാറ്റിയെന്ന് പറയുന്ന കേട്ടെ, ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ഇതായിരുന്നു പറഞ്ഞു. പാട്യം കൊട്ടിയോടിയിൽ താമസിച്ച് ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന സരസുവിന് ജീവിതത്തിലേക്കുള്ള ഈ തിരിച്ചുവരവ് സാധ്യമായത് ബസ് ജീവനക്കാരുടെയും സഹയാത്രികരുടെയും മനുഷ്യത്വം കൊണ്ടാണ്. അപരിചിതമായിരുന്നെങ്കിലും ആ നിമിഷത്തിൽ അവർ ഒരു കുടുംബമായി മാറുകയായിരുന്നു. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials, marbles, a unique collection of masterpieces. Experience life's journey in luxury. Core Stones, Paripai, Srikandapuram.